ഒറ്റക്കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. എത്ര ആയിരം പേരുടെ ജീവൻ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ധൈര്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു 27 വർഷം മുമ്പ് മുതൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകനായി വന്ന കാലം മുതൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ നമ്മൾ ഫയർഫോഴ്സ് എന്ന് വിളിക്കുന്ന അഗ്നിരക്ഷാസേനയായിരുന്നു. കാരണം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അറിയുന്ന അവരായിരിക്കും. പലപ്പോഴും അവർ പോകുന്ന പാത പിന്തുടർന്നാണ് പല ദുരന്ത മേഖലകളിലേക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയത്. അങ്ങനെ ഒരിക്കൽ കിഴക്കേക്കോട്ടിലെ ഒരു വ്യാപാര സമുച്ചയത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ അന്ന് ഈ സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ല. ഒരു വലിയ കെട്ടിടത്തിൽ ഗോഡൌണിനകത്ത് മുഴുവൻ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേർ ഈ അഗ്നിരക്ഷാ സേനയിലെ ഒരു പിക്കാസ് പോലെയുള്ള ഒരു ഉപകരണം കൊണ്ട് ടിൻ ഷീറ്റുകൾ പൊളിച്ച് ഒരു മാസ്ക് മാത്രം വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോയി 10-12 പേരെ പുറത്തെടുത്തത് നേരിട്ട് കണ്ടതാണ്. അപ്പോൾ നമുക്കാർക്കും തോന്നില്ല അത്രമാത്രം ധൈര്യം. അത് പരിശീലനമാണ്, അർപ്പണബോധമാണ്. അതുകൊണ്ട് എത്രയോ പേരുടെ ജീവനുകൾ ഇന്ന് തുടിക്കുന്നത് സത്യത്തിൽ ഇതുപോലെ അർപ്പണബോധത്തോടെ ദുരന്തമുഖത്ത് നിന്ന് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഈ അഗ്നിരക്ഷാ സേന കാണിച്ച ധൈര്യമാണ്. അവരെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സല്യൂട്ട്